കഞ്ചാവ് 5 ഗ്രാം കഞ്ചാവ് ഇവിടെ കിട്ടിയിരുന്നു. കഞ്ചാവ് ഉണ്ടായിരുന്ന വീട്ടില് നിങ്ങൾ കണ്ടിരുന്നത്? ആ കണ്ടു. ഇൻഡോർ പ്ലാന്റുകൾ വളർത്തുന്ന ലാഘവത്തോടെയാണ് വീടിന്റെ ബെഡ്റൂമിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയത്. ഇതെന്താണ് എന്നുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് പയറും വിത്ത് മുളപ്പിക്കാനിട്ടതാണ് എന്നുള്ളതായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളുടെ മറുപടി. ഉദ്യോഗസ്ഥൻ ചോദ്യത്തിന്റെ ടോൺ മാറ്റിയതോടെ പയറും പാവലുമൊന്നുമല്ല, സാക്ഷാൽ കഞ്ചാവാണ് എന്ന് സ്ത്രീകൾ സമ്മതിക്കുകയും ചെയ്തു. കോട്ടയം മണർകാട് കാവുംപടിയിലെ വാടക വീട്ടിൽ നിന്നാണ് 5 കഞ്ചാവ് ചെടികളും 5 ഗ്രാം കഞ്ചാവും പിടികൂടിയത്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ ബിബിൻ 1 മാസം മുൻപാണ് ഈ വീട് വാടകയ്ക്കെടുത്ത താമസം ആരംഭിച്ചത്. ബിബിനും ഭാര്യയും കുഞ്ഞും ഇവരുടെ ബന്ധുക്കളായ 2 സ്ത്രീകളുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ എക്സൈസിന്റെ ചോദ്യം ചെയ്യലിൽ തങ്ങളടക്കം കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് എന്ന സ്ത്രീകളും മൊഴി നൽകിയിട്ടുണ്ട്. എക്സൈസ് സംഘം ഇവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപായി കടന്നുകളഞ്ഞ ബിബിനെ കണ്ടെത്താൻ ഊർജിതമായ പരിശോധന തുടരുകയാണ്. ചെടി എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ പേരെന്താ? ഏഞ്ചൽ. നിങ്ങൾ ബിബിനോട്ടുള്ള ബന്ധം എന്താ? എത്ര ആളായിട്ട് നിങ്ങൾ വീട്ടിലുണ്ട്? 1 മാസമായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമോ പിന്നെ ഉപയോഗിക്കുന്നതായിട്ട്? കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്? വീഡിയോ കളിക്കുന്നുണ്ട്? കഞ്ചാവ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ കഞ്ചാവ് ബിബിന്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിട്ട് നിങ്ങൾ കണ്ടായിരുന്നോ? കഞ്ചാവ് ഇവിടെ ഇരിക്കണം. ആദ്യം ഓരോരുത്തർ പറയാം. കഞ്ചാവ് 5 ഗ്രാം കഞ്ചാവ് ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. അത് ബിബിന്റെ ആണോ? ആണ്. ഇവിടുന്ന് കഞ്ചാവ് ഉണ്ടായിരുന്ന വീട്ടില് നിങ്ങൾ കണ്ടിരുന്നത്? ആ കണ്ടു. നിങ്ങൾ കണ്ടിരുന്നത്? കണ്ടിരുന്നു. അപ്പൊ ഇതാണോ വീട്ടിൽ കഞ്ചാവാണോ വീട്ടിൽ വെച്ച് വലിക്കുന്നത്? ബിബിൻ ആണ്. നിങ്ങളുടെ പേരെന്താ? റോഷിനി. റോഷിനി എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു? ആ ബിബിനായിട്ട് എന്താ ബന്ധം? അനിയൻ്റെ വൈഫാണ്. ബിബിൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ? ഈ ചെടി എന്താണെന്ന് ബിബിൻ പറഞ്ഞത്? പയറാന്ന് പറഞ്ഞത്. എന്തിനാ പയർ പുറത്തുനിന്നും പറഞ്ഞില്ലേ ബിബിൻ? ഇത് നിങ്ങൾ ഇത് ഉപയോഗിക്കലുണ്ടോ? അല്ലല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ച കാര്യം സാറിനോട് കൃത്യമായി പറ. അല്ല, അതിനകത്ത് എന്തുകൊണ്ടെന്നാ പറഞ്ഞത്? കഞ്ചാവ് ഉണ്ടെന്നാ പറഞ്ഞത്. കുഴപ്പമില്ല, നീ വലിച്ചോളാൻ പറഞ്ഞു. എനിക്ക് പനിയല്ല, എനിക്ക് പനി കുറയത് വലിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒരു കപ്പ് എടുത്തു. അത് കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾ ഉപയോഗിക്കുമോ? നിങ്ങളെല്ലാവരും ടെസ്റ്റും സലൈവൽ ടെസ്റ്റും നമ്മൾ നടത്തും കേട്ടോ. പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നടപടികൾ ശക്തമായി. എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? എന്നാലും ഒക്കേഷണലി എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 4 തവണ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്? അത് എന്താണ് ഉപയോഗിച്ചത്? കഞ്ചാവ് ഉപയോഗിച്ചത്. ഒരു മണിക്കൂർ മുമ്പ് ഈ ഒരു കൂളർ പോലെ ഒരു സാധനം ഫ്രണ്ട് ഇരിപ്പുണ്ട്. അത് നന്നാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയിട്ട് തണുപ്പ് കിട്ടും എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ പോയതാ. അപ്പൊ ഇവള് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ വഴി വരെ ഇറക്കി വിട്ടേക്ക്, അപ്പൊ സാധനം പാല് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടതാ. ഇറക്കി വിട്ടിട്ട് പുള്ളി അങ്ങ് പോയിട്ട് ഇപ്പൊ ഇത്ര നേരമായിട്ട് വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇടയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്വിച്ച് ഓഫ് ആണ്. അല്ല, സ്വിച്ച് ഓഫ് ആയത് എക്സൈസുകാർ ഇവിടെ വന്ന് സാറ് പോലീസുകാരനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവിടെ കഞ്ചാവ് ഇരിപ്പുണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ അറിയാം. എത്ര കാലമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നു? എത്ര വർഷമായിട്ട് ഉണ്ട്? അതിന് മുമ്പ് യൂസ് ആക്കുന്നതാണെന്ന് അറിയാം. കാരണം പറ്റാഴികയില്ല, ഇതിലാണ്ട് പറ്റാഴികയാണെന്നാണ് പറഞ്ഞത്.
നിർത്താൻ പറയുമ്പോൾ പറയും ഞാൻ നിർത്തി ഇനിയില്ല ഫ്രണ്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നയാ അങ്ങനെയൊക്കെ പറയണം. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബിബിന്റെ വീട്ടിലെ പരിശോധന. മുറിയിൽ നിന്ന് 10 സെന്റിമീറ്ററിലധികം ഉയരമുള്ള 5 കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. ഇത് പയറ് ചെടികളാണെന്നായിരുന്നു സ്ത്രീകൾ ആദ്യം എക്സൈസിനോട് പറഞ്ഞത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ബിബിനാണ് കഞ്ചാവ് വളർത്തിയതെന്നും ബിബിൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും തങ്ങളും കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നും ഭാര്യ ഉൾപ്പെടെ മൊഴി നൽകി. വീട്ടിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും പിടികൂടി. വീട് കേന്ദ്രീകരിച്ച കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതായും എക്സൈസ് പറയുന്നു. ബിബിൻ വേറെയും കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ദർശക് ആറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ബി ആനന്ദ് രാജ്, ഹരിഹരൻ പോറ്റി, എം നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. വേരടക്കം 11 സെന്റിമീറ്റർ. ആദ്യത്തെ 11 സെന്റിമീറ്റർ. ഇതിന്റെ ചെറുതുണ്ട്. മറ്റേതിന് വേണ്ടി അടക്കമല്ലോ അല്ലേ? മറ്റന്നാളല്ലേ? വെള്ളിയാ? ഇല്ല, വന്നില്ല. മണർകാട് വരെ വന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച. എനിക്ക് പോകേണ്ടി വരും. ബിബിൻ മുൻപും അബ്കാരി കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് എക്സൈസ് പറയുന്നത്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.